ഹിമ, നീ ഇവളുടെ മുഖത്തേക്ക് നോക്ക്. ഇതൊക്കെയാണ് ചേച്ചി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി മുതൽ ഒരു കാര്യം ഏൽപ്പിച്ച നീ കൃത്യസമയത്ത് വന്നോണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതുപോലെ ഞാൻ പകരക്കാരിയാവും. പകരക്കാരിയായ പിന്നെ നീ തിരിച്ചു വന്നാലും ആ പൊസിഷൻ ഏൽപ്പിക്കുമെന്ന് നീ കരുതണ്ട. ഓക്കെ? ഓക്കെ ചേച്ചി. ആ, എങ്കിൽ പിന്നെ ആദ്യം ഇവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി മേക്കപ്പ് ചെയ്താൽ മതി. അതല്ലേ നല്ലത്? ആ, അങ്ങനെ ആയിക്കോട്ടെ. സമയമുണ്ടല്ലോ അല്ലേ? ആ, സമയമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ മണവാളൻ അവിടെ കൂളായിട്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ വേദ, നീ റെഡിയായി കഴിഞ്ഞിട്ട് ഒരു മിസ് കോൾ തന്നാ മതി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാം. ശരി. ഓക്കെ ചേച്ചി. ബാപ്പു. രഞ്ജിത്ത്, എന്താ ചേച്ചി? താൻ റെഡിയാവുന്നില്ലേ? മണ്ഡപത്തിലേക്ക് പോകാനുള്ള സമയമായി. എനിക്ക് റെഡിയാവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഈ മേക്കപ്പ് സംഭവമൊക്കെ നിങ്ങൾ ലേഡീസിനല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്? ഗംഭീരം. പെണ്ണ് സുന്ദരിയാണെങ്കിൽ മേക്കപ്പും ആഭരണങ്ങളും ഒക്കെ മിന്നിത്തിളങ്ങും. മതി മതി, ഒരുപാടൊന്നും പുകഴ്ത്തണ്ട. എന്നാ നീ ഇത് മാറ്റിട്ട് വാ. ഹായ് ഫോട്ടോസ്. രഞ്ജിത്ത്, വേദ. നമ്മുടെ ഫാമിലി ഫോട്ടോ. ഉദയ്, രഞ്ജിത്ത്, വേദ, വന്ദന. ഹായ് ഹരിത, വേദ, രഞ്ജിത്ത്, ഇന്ദ്രജ. നന്നായിട്ടുണ്ടല്ലേ? പത്മാൻഡി, ഹരിത. എന്റെ ഒരു സിംഗിൾ ഫോട്ടോ പോലും വച്ചിട്ടില്ല. നന്നായിരിക്കുന്നു. അതൊക്കെ വിജയ്, എത്ര നല്ല ഫോട്ടോസ് അല്ലേ? എന്തായാലും ഹരിതയുടെ ഫോട്ടോഷൂട്ട് വെറുതെ ആയില്ല. ഒരു കാരണവശാലും അത് വെറുതെ ആയില്ല. ഈ ഫോട്ടോക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ദ്രജ ശ്രദ്ധിച്ചോ? ഇല്ല. ഒരു ഫോട്ടോയിലും അളിയനുമില്ല, നന്ദിനിയുമില്ല. ആണോ? ഹരിത എടുപ്പിച്ച ഫോട്ടോസ് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഉണ്ടാവില്ല. നന്ദിനിയുടെ കാര്യത്തിലൊക്കെ അവൾക്ക് മമ്മിയുടെ അതേ തീരുമാനമാ.